അങ്ങനെ കോട്ടയംകാരുടെ ആഗ്രഹമായ കോട്ടയത്ത് ലുലു വന്നു. ഞങ്ങളിന്ന് ലുലു കാണാൻ വേണ്ടി ഞാനും മോളും കൂടെ ഇറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ലുലു ലക്ഷ്യമാക്കി നടന്നു. അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ കോട്ടയം ലുലു മാൾ എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റാണ് ലുലുവിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പം ഞങ്ങളെന്നെങ്കിൽ ആദ്യം തന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അവിടെ ഒത്തിരി ഓഫറൊക്കെ ഉണ്ട്, ബൈ 3 get 1 ഫ്രീ ഒക്കെ ഉണ്ട്. ആ പാത്രം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി നല്ല ഒരു ബൗളായിരുന്നു അത്. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പ്ലേറ്റുകൾ, വെജിറ്റബിൾസ്, അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ എറണാകുളം ലുലു പോലെ തന്നെ ഏകദേശം ഉണ്ട് സാധനങ്ങളെല്ലാം. പിന്നെ നല്ല അച്ചാറുകൾ, അലുവായ. അപ്പം ഞങ്ങൾ 2-3 ഐറ്റം അച്ചാർ കുറച്ച് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടുന്ന് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അച്ചാറുകളുടെയൊക്കെ വിപുലമായ ശേഖരമുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട്, പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഐറ്റമൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തു. പിന്നെ കേക്ക് നോക്കിയിട്ട് നമ്മുടെ എറണാകുളം ലുലുവിൽ കിട്ടുന്ന കേക്ക് ഇവിടെ കണ്ടില്ല. തീർന്നാണോ എന്നറിയത്തില്ല. പക്ഷേ ആ കേക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ കൊറിയൻ ചിക്കനൊക്കെ കഴിക്കാൻ വേണ്ടി മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് കൊറിയൻ ചിക്കനും വാങ്ങിച്ചു, ഹണി ചിക്കനും വാങ്ങിച്ചു, ഫ്രൈഡ് റൈസും വാങ്ങിച്ചു. ഇത് പൊക്കത്ത് കൊണ്ടുപോയി കഴിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് നോക്കി ഞങ്ങൾ പ്ലേറ്റും ഒക്കെ കളക്ട് ചെയ്തു. ബില്ലടിക്കാൻ നല്ല തിരക്കാണ്, എന്നാലും എറണാകുളത്തിൻ്റെ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ മറ്റേ KFC അതും കൂടെ വാങ്ങി, അതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ പിന്നെ ബില്ലടിച്ച് നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ട്. നമ്മൾ ഫുഡ് കോർട്ടിൽ പോകാൻ വേണ്ടി നമ്മൾ പോയി. അങ്ങനെ അവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞായറാഴ്ചകളിൽ ആസ്വദിക്കാൻ വേണ്ടി ലുലു വന്നിട്ടുണ്ട്. പിന്നെ ലുലു ഫാഷൻ സ്റ്റോറിലൊന്ന് ഫുഡ് കഴിച്ചിട്ട് കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്നിടത്ത് നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആ കാർ പാർക്കിംഗ് ഒക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളിയാണ്. ഇഷ്ടം പോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. റോഡാണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ്. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് ലുലുവിൽ. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ വാങ്ങിച്ച ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ഞങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കയറി വന്നത്. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ ഏൽപ്പിക്കാം. ട്രോളിയിൽ തന്നെ അവിടെ ആൾക്കാരുണ്ട്. ഷവർമ്മയാണത്, പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ആ ഷവർമ്മ. എന്തോ നമ്മുടെ അത്രയും ഒരു രുചി തോന്നിയില്ല. പിന്നെ ഞങ്ങൾ ഫാഷൻ സ്റ്റോറിൽ വന്നു. അവിടെ കണ്ണാടികൾ, ഫാഷൻ സാധനങ്ങൾ, ലേഡീസ് ഐറ്റംസൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം മോളൊരു ഹൈബ്രോ പെൻസിൽ നോക്കുമായിരുന്നു. അപ്പോൾ ഒരു ബ്ലാക്ക് കണ്ടു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അത് നോക്കിയപ്പം പിന്നെ ഞങ്ങൾ അതെടുത്തു. അപ്പോൾ വേറെ ഓർണമെൻറ്റ് സെക്ഷനിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല, എല്ലാം കണ്ടു. പിന്നെ ഫോൺ അങ്ങനെ എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. എന്നാലും ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് പിടിക്കാൻ പറ്റി. അങ്ങനെ ഓരോന്നും ചെരുപ്പുകളുടെ സെക്ഷനിലേക്ക്, മോതിരത്തിൻ്റെയൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഞങ്ങൾ നോക്കി തിരിച്ചവിടെ വെച്ചു. അങ്ങനെ ഞാനൊരു സെൽഫി എടുക്കാൻ നോക്കിയതാണ്. അപ്പോൾ മോളത് കണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഇങ്ങനെ ചുരിദാർ സെക്ഷനിലൊക്കെ വന്നു. അങ്ങനെ ചുരിദാർ നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഒരു ചുരിദാറായിരുന്നു. അപ്പോൾ അത് മോളെടുത്തു. ചെരുപ്പൊന്നും നല്ല വിലയുണ്ട് എല്ലാത്തിനും. നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള സാധനങ്ങളുമാണ്. നല്ല കമ്പനിയുടെ സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അതൊക്കെ എല്ലാം കണ്ടു. ഒത്തിരി ലേഡി ചെരുപ്പുകൾ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ടൈപ്പ് ഉണ്ട്. ഇത് ഗ്ലാസ് കണ്ടപ്പോൾ എനിക്കൊരിഷ്ടം തോന്നി, അടിപൊളിയായിട്ടുള്ള. അപ്പോൾ ഇനിയിപ്പോൾ സമയം കുറേ ആയത് കാരണം ഞങ്ങൾ ഇനി തിരിച്ചു പോകാമെന്നും പറഞ്ഞുകൊണ്ട്
നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന സാധനം കൂടെ കളക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഒത്തിരി തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ.